ആസ് എ ഫോർമർ ആർമി ഓഫീസർ, നമ്മുടെ യൂണിഫോം ഫോഴ്സസിലോട്ട് ചേരാൻ ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട്. അവരോട് സാറിന് പറയാനുള്ളത് എന്താണ്? 3 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, ലുക്ക് ബിഫോർ യു ലീവ്. നിങ്ങൾ ചേരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ചേരാൻ തീരുമാനിക്കുന്നതിന് മുന്നേ അതിനെപ്പറ്റി ഫുള്ളായിട്ട് 100% മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ഫിറ്റാണ് എന്ന് തോന്നിയാൽ മാത്രം ചേരുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് പോലും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെന്ന് വരാം. അതുകൊണ്ട് ആദ്യം കൃത്യമായി മനസ്സിലാക്കി ചേരുക. രണ്ടാമത്തെ കാര്യമാണ് കമ്മിറ്റ്മെൻറ്റ്. നിങ്ങൾ ഒരു പ്രാവശ്യം ചേരാൻ തീരുമാനമെടുത്താൽ 100% അല്ലെങ്കിൽ 200% അതിനു വേണ്ടി പ്രയത്നിക്കുക. ആ കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ എൻട്രൻസ് എക്സാം മുതൽ അങ്ങോട്ട് റിട്ടയർ ആവുന്നത് വരെ ആ ഫുൾ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഫുൾ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കവിടെ സർവൈവ് ചെയ്യാൻ പോലും പറ്റുകയുള്ളൂ. മൂന്നാമത്തതാണ് സാക്രിഫൈസ്. കാരണം നമ്മൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി ഏതൊരു യൂണിഫോം ഫോഴ്സിലും ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ പേരിൽ ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവൻ വരെ അതിൽ എഴുതിയെടുക്കാൻ രാജ്യത്തിന് അധികാരവും അവകാശമുണ്ട്. അപ്പോൾ അത്രയും ഒരു സാക്രിഫൈസ് മൈൻഡ് ഉണ്ടെങ്കിൽ, അത്രയും ഒരു സാക്രിഫൈസ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിലേക്ക് കടന്നു വരാവൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്: ലുക്ക് ബിഫോർ യു ലീവ്, 100% കമ്മിറ്റ്മെൻറ്റ്, എ സെൻസ് ഓഫ് സാക്രിഫൈസ്, വില്ലിങ്നെസ് ടു ഡു സാക്രിഫൈസ്. ഈ 3 കാര്യങ്ങളും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. സാറേ, അതൊരു വളരെ വാലിഡ് പോയിൻ്റാണ്, ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഏത് കരിയറും നമ്മൾ ചെയ്യേണ്ടത് ആ കരിയർ നമ്മൾ സ്യൂട്ടബിൾ ആണോ അല്ലെങ്കിൽ നമ്മളത് യോജിച്ചവരാണോ എന്ന് നമ്മൾ നോക്കുക തന്നെയാണ്. കാരണം അല്ലെങ്കിൽ പലപ്പോഴും സാറ് പറഞ്ഞ പോലെ ഈ കരിയർ കംപ്ലീറ്റ് ആവാതെ നമുക്ക് തിരിച്ചു പോരേണ്ടി വരും. ഇൻഫാക്ട് ഡ്രോമ കരിയർ വിഭാവനം ചെയ്യുന്നത് അത് തന്നെയാണ്. ലൈക്ക് ടു അണ്ടർസ്റ്റാൻഡ് വെദർ യു ആർ റിയലി സ്യൂട്ടബിൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ കരിയർ. ഇവിടെ ഒരു കാര്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആർമിയെ സെലക്ട് ചെയ്യുകയല്ല, ആർമി നമ്മളെ സെലക്ട് ചെയ്യുകയാണ്. നമ്മൾക്ക് ആ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആർമി നമ്മളെ സെലക്ട് ചെയ്യുകയുള്ളൂ. അതുപോലെ നമ്മൾ ആർമിയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ സെലക്ട് ചെയ്യുകയല്ല. നിങ്ങൾ ആർമിയിൽ ചേരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് നിങ്ങളവിടെ എത്തിച്ചേരണമെന്നില്ല. നിങ്ങൾക്ക് ആ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അസ്പയർ ചെയ്യുന്നു, ആർമി നിങ്ങളെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ അസ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ക്വാളിറ്റീസ് ഉണ്ടോ, ആർമി നിങ്ങളെ സെലക്ട് ചെയ്യാൻ ആവശ്യമായ ക്വാളിറ്റിയും മെൻറ്റാലിറ്റിയും ആ കരിയർ ഓറിയൻറ്റേഷനും ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതും ആവശ്യമാണ്.